സൺറൈസ് കാണാനായി നന്ദി ഹിൽസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സൗപർണിക സ്നാക്സ് ഒക്കെ റെഡിയാക്കുകയാണ്. അവിടെ പോയി ചില്ലടിക്കാനായി വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ എത്തിയ അബിയെയും കൂട്ടി അതിരാവിലെ 3:30 തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. 57 കിലോമീറ്റർ ദൂരം ബാംഗ്ലൂരിൽ ഈ സമയത്ത് വെറും 1 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. ബാംഗ്ലൂർ നഗരത്തിലെ സുന്ദരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോവുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അതിഭയാനകമായ കോടമഞ്ഞിൻ്റെ മാസ് എൻട്രി. കോടമഞ്ഞിനെ കണ്ടപ്പോൾ ആദ്യം ഞങ്ങൾക്ക് കൗതുകം തോന്നിയെങ്കിലും പതുക്കെ പതുക്കെ അതതിൻ്റെ തനി സ്വരൂപം കാണിക്കാൻ തുടങ്ങി. കോടമഞ്ഞിനെ മുറിച്ച് റോഡ് കാണിക്കാനുള്ള ശക്തി കാറിൻ്റെ ഹെഡ്ലൈറ്റിന് ഉണ്ടായിരുന്നില്ല. റോഡിൻ്റെ അതിരുകൾ കാണാൻ പറ്റാതെ വളരെ പതുക്കെ പോകുന്നതിനാൽ പിറകിൽ നിന്നും ഏതെങ്കിലും വണ്ടി വന്ന് ഇടിക്കുമോ എന്നായി ഞങ്ങളുടെ പേടി മുഴുവനും. എന്നാൽ ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത അബി സർവ്വധൈര്യവും സംഭരിച്ചുകൊണ്ട് കാർ മുന്നോട്ടെടുത്തു. അബിയുടെ ഡ്രൈവിംഗ് സ്കില്ലിന് മുന്നിൽ അവസാനം കോടമഞ്ഞിന് തല കുനിക്കേണ്ടി വന്നു. അടുത്തടുത്ത് വീണ്ടും വീണ്ടും കാരണം ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതാണ് ഇങ്ങനെ കോടമഞ്ഞ് ഉണ്ടായിട്ട് കൂടി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. മെയിൻ റോഡിൽ നിന്നും മാറി കോടമഞ്ഞിൻ്റെ ശല്യങ്ങളൊന്നുമില്ലാത്ത നീണ്ടു നിവർന്ന് കിടക്കുന്ന പിന്നീടുള്ള യാത്രയിലെ റോഡിൽ ഇരുവശങ്ങളിലും യൂക്കാലി മരങ്ങളും പൈൻ മരങ്ങളും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്നത് കാണാൻ നല്ല ഫോട്ടോജനിക് വ്യൂ ആയിരുന്നു. ദൂരെ നന്ദി ഹിൽസിൻ്റെ മണ്ടയിൽ നിന്നും വന്ന ട്യൂബ് ലൈറ്റ് കത്തിച്ചതുപോലെയുള്ള വലിയ ലൈറ്റ് ഞങ്ങളുടെ ആവേശം ഇരട്ടിപ്പിച്ചു. എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതിയെന്നായി ഞങ്ങൾക്ക്. നന്ദി ഹിൽസിൽ എത്തുന്നതിന് 8 കിലോമീറ്റർ മുമ്പ് ഇങ്ങനെ ഒരു ട്രാഫിക് വരാൻ കാരണം അവിടത്തേക്കുള്ള ഗേറ്റ് തുറക്കാൻ 5:30 ആവുമെന്നുകൊണ്ടാണ്. കണ്ണിൽ എണ്ണയൊഴിച്ച് 5:30 വരെ ഞങ്ങൾ കാത്തിരുന്നു. കാത്തിരിപ്പിന് വിരാമമിട്ട് 5:30 തന്നെ ഗേറ്റ് തുറന്നു. വന്യമൃഗങ്ങൾ അതിക്രമിച്ചു വരാതിരിക്കാനായി അലുമിനിയം ഷീറ്റ് കൊണ്ടുള്ള വലിയൊരു മതിൽ വൻമതിൽ പോലെ അങ്ങനെ കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മളല്ലേ അവരുടെ ജീവിതത്തിലേക്ക് അതിക്രമിച്ച് കടക്കുന്നത്. മനോഹരമായ റോഡുണ്ടാക്കി വെച്ചിരിക്കുന്നതിനാൽ നന്ദി ഹിൽസിലേക്കുള്ള കാർ യാത്ര വളരെയധികം കംഫർട്ടബിളാണ്. സഞ്ചാരികളുടെ പറുദീസ ആയതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് ഒരു കുറവും ഇവിടെ വരുത്തിയിട്ടില്ല. കലാകാരന്മാരായ സഞ്ചാരികൾ ഇവിടുത്തെ വലിയ പാറക്കല്ലുകളെ തങ്ങളുടെ ഫേവറേറ്റ് ക്യാൻവാസുകളായിട്ടാണ് കാണുന്നത്. നന്ദി ഹിൽസിൻ്റെ ഹെയർ പിൻ വളവുകളൊക്കെ അടിപൊളി വിഷ്വൽസാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ലെറ്ററിൽ MN എന്ന് എഴുതി വെച്ചതുപോലെയുള്ള ആ ഹെയർ പിൻ വളവുകളുടെ സൗന്ദര്യം കണ്ണുകൾക്ക് അത്ര മനോഹരമായിരുന്നു. നന്ദി ഹിൽസിൻ്റെ പ്രവേശന കവാടത്തിലെത്തിയപ്പോഴായിരുന്നു കാലാവസ്ഥ ആകെ മാറിമറിഞ്ഞത്. വിപുലമായ പാർക്കിംഗ് സ്പേസും വൃത്തിയുള്ള ശുചിമുറിയും എന്ന് മാത്രമല്ല, കുന്നിൻ്റെ മണ്ടയിൽ ഹൈവേ വെല്ലുന്ന റോഡും ഭക്ഷണം കഴിച്ചുകൊണ്ട് സൺറൈസ് കാണാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റും പണിതിട്ടുണ്ട് എന്ന് കൂടി കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഗൂഗിൾ പേയെ മാത്രം വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കാൻ വന്നവർ നെറ്റ്വർക്ക് കിട്ടാതെ കൗണ്ടറിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് നീളമുള്ള ഈ ക്യൂ ഉണ്ടാവാൻ കാരണം. ഒരാൾക്ക് 20 രൂപയും കാർ പാർക്കിങ്ങിന് 60 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. നമ്മുടെ ഞാടിഞരമ്പുകളെ പോലും മരവിപ്പിക്കുന്ന ഈ തണുപ്പ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ടിപ്പു സുൽത്താൻ ഇവിടെ സമ്മർ ചെലവഴിക്കാനായി സമ്മർ പാലസ് പണിഞ്ഞത്. നിലാവെളിച്ചത്തിൽ കോടമഞ്ഞൽ കുളിച്ച് അതീവ സുന്ദരിയായ നന്ദി ഹിൽസ് ത്രില്ലടിപ്പിക്കുന്ന വിഷ്വൽസാണ് ഓരോ നിമിഷവും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ വിശാലമായ പാർക്കിംഗ് ഏരിയയും കാണാം. അലങ്കാര മരങ്ങൾ നിറഞ്ഞ ഗാർഡനും തണൽ മരങ്ങൾ നിറഞ്ഞ പാർക്കും പിന്നിട്ട് ഞങ്ങൾ സൺറൈസ് പോയിന്റിലെത്തി. സൂര്യൻ തൻ്റെ വർണ്ണങ്ങൾ ആകാശത്ത് വാരി വിതറി ഉദയം കളർഫുള്ളാക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഇവരാണ് ഇവിടുത്തെ പ്രധാന വില്ലന്മാർ. ഭക്ഷണ സാധനങ്ങൾ തട്ടിപ്പറിക്കുക, മൊബൈൽ ഫോണുമായി കടന്നു കളയുക, ഇതാണ് ഇവരുടെ പ്രധാന ഹോബി. കിഴക്കൻ ചക്രവാളത്തിലെ കോടമഞ്ഞിനുള്ളിൽ ഒളിച്ചിരുന്ന സൂര്യൻ ഞങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വർണ്ണരശ്മികൾ ആകാശത്ത് വാരി വിതറി ഉദിച്ചുയർന്നു. സൂര്യനെ ഇതിലും മനോഹരമായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിമിഷങ്ങൾ കഴിയുന്തോറും സൂര്യൻ്റെ മൊഞ്ച് കൂടിക്കൂടി വന്നു. സൂര്യൻ ആകാശത്തൊരു തീഗോളമായി മാറിയപ്പോൾ അതുവരെ വയലൻ്റ് ആയിരുന്ന വാനരപ്പട മൊത്തം സൈലൻ്റായി. ഭയഭക്തി ബഹുമാനത്തോടെ എല്ലാവരും സൂര്യോദയം കാണുകയായിരുന്നു. അതിലൊരു ജിമ്മൻ കുരങ്ങൻ ബാക്കിയുള്ള കുരങ്ങന്മാരെ പഞ്ഞിക്കിട്ട് തൻ്റെ തിണ്ടമിടുക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞ പച്ച നീല നിറങ്ങൾ ആകാശത്ത് ചിതറിപ്പോവുകയും വേവ് ലെങ്ത് കൂടിയ ഓറഞ്ച് മഞ്ഞ ചുവപ്പ് നിറങ്ങൾ ആകാശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സൂര്യനെ നമ്മൾ ഉദയ സമയത്ത് ഓറഞ്ച് ചുവപ്പ് മഞ്ഞ നിറത്തിൽ കാണുന്നത്. നന്ദി ഹിൽസ് 4900 ഫീറ്റ് മുകളിൽ മേഘങ്ങളോടൊപ്പമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ മേഘങ്ങളുടെ മുകളിൽ നിൽക്കുന്നത് പോലെ തോന്നും. പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് നന്ദിയുടെ മനോഹരമായ കരിങ്കൽ വിഗ്രഹം കാണാൻ സാധിച്ചു. നന്ദിയുടെ അനുഗ്രഹം വാങ്ങി ഞങ്ങൾ മലയിറങ്ങി. തിരിച്ചു പോവുകയാണ്. എൻജോയ് ചെയ്താ?
ഒരു അല്ലേ? Yeah. Yes. ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു ഞങ്ങൾ നന്ദി ഹിൽസിലേക്ക് വന്നത്. കൃത്യം 5 മണിക്ക് അവിടുത്തെ ഗേറ്റിന് മുന്നിലെത്തി. 5:30 നന്ദി ഹിൽസിലേക്കുള്ള ഗേറ്റ് തുറന്നത്. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയത് 5:53 അവിടുന്ന് സൺറൈസ് പോയിന്റിലെത്തിയത് 6:25 സൺറൈസ് തുടങ്ങിയത് 6:33 8 മിനിറ്റ് ലേറ്റായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സൺറൈസ് കാണാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ശനിയും ഞായറുമല്ലാത്ത മറ്റു ദിവസങ്ങളിൽ വരാൻ പറയുന്നത്. വീക്കെൻഡ് ദിവസങ്ങളിലെ ട്രാഫിക് ബ്ലോക്കിലോ ടിക്കറ്റ് കൗണ്ടറിലെ ബ്ലോക്കിലോ പെട്ടുപോയാൽ ചിലപ്പോൾ നമുക്ക് സൂര്യോദയം കാണാൻ പറ്റാതെയാവും. പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ മനോഹരമായ ഭൂപ്രകൃതിയെ അങ്ങേയറ്റം സൂക്ഷ്മതയോടെ പരിപാലിക്കുന്ന അധികൃതർ ഒരു ഹിൽ സ്റ്റേഷനിൽ എത്രത്തോളം ഫെസിലിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ അതതിൻ്റെ മാക്സിമം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് ഡേ എങ്കിലും പ്ലാനാക്കി നിങ്ങളിവിടെ വരണം. എന്നാൽ മാത്രമേ പാരാഗ്ലൈഡിങ്ങും റിവർ ഒറിജിൻ പോയിന്റും ടിപ്പു സുൽത്താൻ സമ്മർ പാലസ് അങ്ങനെ നന്ദി ഹിൽസിനെ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. പുതിയൊരു ട്രാവലോഗുമായി വീണ്ടും കാണാം.